ഞാനാ സംയുക്തേ, അംബിക. സംയുക്ത? എന്താ അംബിക ചേച്ചി? ഋതികയെ പുറത്താക്കിയ ശേഷേ ഇവിടെ ഉണ്ടായ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ആ, എന്നാ ഞാൻ പറയാം, നീ കൂടെ അറിയണമല്ലോ. എന്തായാലും പ്രതാപന്റെ പെണ്ണായി നീയും ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? അത് ശരി. ചേച്ചി വിളിച്ചത് എന്തിനാണെന്ന് പറയൂ ചേച്ചി. അതെ, ഇവിടെ നടന്ന കാര്യം എന്താന്ന് ഞാൻ ആദ്യം പറയാം. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറയുന്നേ? നീ എന്ത് ചെയ്യണമെന്നോ? എടി, പ്രതാപൻ നിന്റെ ആരുമല്ലേ? നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം. അവന്റെ കൂട്ടിലടിച്ച വെരികിനെ പോലെ മുറി കിടന്ന് വട്ടം കറങ്ങുക. അവന് ഭ്രാന്ത് പിടിക്കുന്നതിന് മുൻപ് നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കടി. ദേ, വേഗം വേണം കേട്ടോ. വർമ്മ സാറ് വളരെ നല്ല മനുഷ്യന്. എനിക്ക് അദ്ദേഹത്തോട് ആദരവും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വിളിച്ചേക്കാം. അത് ശരി, അവരെ വിളിച്ചു. വേറെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? പവിത്ര സിസ്റ്ററോ? അവരെ വിളിച്ചത് സംയുക്ത എന്നല്ലേ? ഹലോ സാർ, സാർ വലിയ ടെൻഷനിലാണെന്ന് അംബിക ചേച്ചി വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ വിളിച്ചേ. ആ, ഇവിടെ ചില പ്രശ്നങ്ങളാ. ആകെ ഒരു അസ്വസ്ഥത. സാറ് വിഷമിക്കാതെ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ചില ഇൻസിഡന്റുകൾ ഓർത്താൽ എനിക്ക് ഭ്രാന്തായേക്കാവുന്ന ചില ജീവിത ദുരന്തങ്ങൾ. കണ്ണീരും വേദനയും അപമാനവും നിറഞ്ഞ ഒരു ഭൂതകാലം അതെന്നെ വേട്ടയാടുന്നു സിസ്റ്ററെ. ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ സാർ? ഇത്രയും അറിവുള്ള സാറിനോട് ഞാൻ എന്ത് പറഞ്ഞാലും അത് അധിക പെറ്റാവും. സാറ് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. ശരി സിസ്റ്ററെ. അപ്പൊ ഈ പവിത്രയും സംയുക്തയും ഒന്ന് തന്നെയല്ലേ?